Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 40,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ സൈഡത്തെ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ V30 Pro അല്ലെങ്കിൽ നമ്മുടെ വിവോ V40. റീസെൻ്റ്ലി ഇറങ്ങിയ വിവോ V40 ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു 40K ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മളിവിടെ എടുക്കുന്നത് വിവോ V30 Pro ആണ്. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K AMOLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 2800 nitsന്റെ ലോക്കൽ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 8200 ആണ്. അപ്പോൾ ഒരു എബോവ് മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി മെയിൻ ഹൈലൈറ്റ് ആയ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സോണിയുടെ IMX920 എന്ന് പറയുന്ന സെൻസറാണ്. പിന്നെ 50 മെഗാപിക്സലിന്റെ ഒരു പോർട്രേറ്റും 50 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡും ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൽഫി ക്യാമറ എന്ന് പറയുന്നതും 50 മെഗാപിക്സലിൻ്റെതാണ്. ഇവിടെ നിങ്ങൾക്ക് 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 256GB ROM വേരിയന്റിന് 41,999 rupees ആണ്. അപ്പോൾ ഒരു 42,000 rupeesന് ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണും ഒരു നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു കിടിലം സ്മാർട്ട് ഫോണാണ് നമ്മുടെ വിവോയുടെ 30 Pro. നമ്മുടെ നാലാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്. OnePlus 12R. ഒരു സൂപ്പർ ഡിസൈനിലൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. HDR10+. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ്. സോ ഒരു 40K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS-ഉം EIS-ഉം ഒക്കെ സപ്പോർട്ടുള്ള ക്യാമറയാണ് വരുന്നത്. നമ്മുടെ സോണിയുടെ IMX890 എന്ന് പറയുന്ന സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നെ 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോയും ആണ് വരുന്നത്. സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാപിക്സലാണ്. ഇവിടെ നിങ്ങൾക്ക് 4K 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഫോൺ വിവോ V30 Proയിൽ 30 FPS വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 60 FPS കിട്ടും. സോ കുറച്ചും കൂടെ ഒരു ബെറ്റർ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 39,999 rupees. യെസ്, 40K ആവാൻ ₹1 വ്യത്യാസം. അപ്പോൾ ഈ അണ്ടർ 40,000 ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു OnePlusന്റെ സ്മാർട്ട് ഫോണാണ് നമ്മുടെ 12R. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഷവോമിയുടേതാണ്. Xiaomi 14CV. ഈ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. ഒരു നല്ല പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.55 ഇഞ്ചസിന്റെ 1.5K AMOLED ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hzന്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. 3000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. സോ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു 40K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 50 മെഗാപിക്സൽ പ്ലസ് 12 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ക്യാമറാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 32 മെഗാപിക്സലിന്റെ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിൻ്റെ ഡൈനാമിക് ഐലൻഡ് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. യെസ്, ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 67 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos, UFS 4.0 കിട്ടുന്നുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB ROM വേരിയന്റ് 39,999 rupees ആണ്. യെസ്, അപ്പോൾ ഈ ഒരു അണ്ടർ 40K ബഡ്ജറ്റ് റേഞ്ചിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു കിടിലം ഷവോമിയുടെ സ്മാർട്ട് ഫോണാണ് നമ്മുടെ Xiaomi 14CV. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു 40,000 ബഡ്ജറ്റ് റേഞ്ചിലും 35,000 ബഡ്ജറ്റ് റേഞ്ചിലും ഒക്കെ കൂടുതൽ ആൾക്കാരും നോക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQന്റെ Neo 9 Pro. ഒരു നല്ല പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 6.78 ഇഞ്ചസിന്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 Hzന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 120 Hz അല്ല, 144 Hz ആണ്. നമ്മുടെ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2ഉം പിന്നെ നമ്മുടെ iQന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് എന്നും പറഞ്ഞൊരു ചിപ്പും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ 2 ചിപ്പൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. യെസ്, 2 ചിപ്പ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്.
ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സോണിയുടെ IMX920. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 114 ആണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X+, UFS 4.0. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 8+ 128GB ROM വേരിയന്റ് 34,999 rupees ആണ്. ഈ സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി S23. സാംസങ്ങിൻ്റെ ഒരു കുട്ടി ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. കിടിലം പെർഫോമൻസും പൊളപ്പായി ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ Full HD+ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 48 to 120 Hz വരെയുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. 1715 Hzന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ്. ഒരു പവർഫുൾ ചിപ്സെറ്റ് ആണ്. നേരത്തെ പറഞ്ഞ IQ Neo 9 Proന്റെയും ചിപ്സെറ്റ് ഇതാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 12 മെഗാ പിക്സലിന്റെ ഒരു വൈഡ്, 10 മെഗാ പിക്സലിന്റെ ഒരു ടെലിയാണ് വരുന്നത്. 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. നമ്മുടെ IQ Neo 9 Proയിലും സെയിം 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 3900 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 8+ 128GB ROM വേരിയന്റ് 43,999 rupees ആണ്. സോ ഈ ഒരു 45,000 rupeesന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. അല്പം ഒന്ന് പ്രൈസ് കൂടി, എന്നാലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കുറച്ചും കൂടെയൊക്കെ പ്രൈസ് കൂട്ടി ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും ഒരു നല്ല ചോയ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 40,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. ഇനി അങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.